ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. ഇന്ന് നമ്മൾ ജി എസ് ടിയിൽ പലരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് കാസ്കേഡിംഗ് എഫക്റ്റ്. പലരും കേട്ടിട്ടുണ്ടോ? പക്ഷെ പലർക്കും അറിയില്ല എന്താണ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ്, നമ്മൾ അടയ്ക്കുന്ന ടാക്സിന്മേൽ വീണ്ടും ടാക്സ് അടയ്ക്കേണ്ട ഒരവസ്ഥയാണ് ഈ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ജി എസ് ടി വരുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ജി എസ് ടി വന്നതോടുകൂടി, ജി എസ് ടി നിലവിൽ വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ കാസ്കേഡിംഗ് എഫക്റ്റ് ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചർ അയാൾ എക്സൈസ് ഡ്യൂട്ടി കൊടുക്കുന്നു. പക്ഷെ ആ അടച്ച എക്സൈസ് ഡ്യൂട്ടി ആൾക്ക് വാറ്റിലെ ആൾക്ക് അന്നത്തെ സമയത്ത് വാറ്റിലെ ആൾക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടും. അതുപോലെ ടാക്സ് ബർഡൻ ഒരുപാട് ചെയിൻ ഓഫ് സപ്ലൈയിൽ ബിസിനസ്മാൻമാർക്ക് ഓരോരുത്തർക്ക്, ഇപ്പോൾ ഹോൾസെയിലർ അതുപോലെ മാനുഫാക്ചർ, റീറ്റെയിൽ, അങ്ങനെ എല്ലാവർക്കും അത് ഒരുപോലെ അഡ്വേഴ്സായിട്ട് എഫക്ട് ചെയ്തിരുന്നു. ജി എസ് ടിയിൽ വന്നതോടുകൂടി ഇപ്പം ഇങ്ങനെയുള്ള കാര്യം എല്ലാം തീർന്നു. അവർ അടച്ചിട്ടുള്ള ടാക്സ്, ആരായാലും അടച്ചിട്ടുള്ള ടാക്സ്, അവരുടെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അപ്പം അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല, കാസ്കേഡിംഗ് എഫക്ട് എന്നുള്ള സംഭവം തന്നെ ഇല്ല. അത് വന്നതോടുകൂടി ടാക്സ് ബർഡൻ ഒരുപാട് ഒഴിവായി. അതുപോലെ തന്നെ എൻ്റെ കസ്റ്റമർക്ക് അവർക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് റേറ്റ് കുറച്ച് കിട്ടാനായിട്ടുള്ള അവസ്ഥ ജി എസ് ടി മൂലം ഉണ്ടായി എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അത് ജി എസ് ടി വലിയൊരു നേട്ടമാണ്. അപ്പോൾ ജി എസ് ടിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനലായിട്ടുള്ള ക്യാപി ടാക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ടും വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. താങ്ക് യു.